പലതരം പച്ചമരുന്നുകൾക്കിടയിൽ കൂടി ഒഴുകി വരുന്ന വെള്ളമാണിത്. ഇവിടെ കുളിച്ചാൽ ആയുസ് 1000 വർഷമാണ്. പക്ഷെ സൗന്ദര്യം വർദ്ധിക്കുമെന്നാണ് ചൊല്ല്. അതുകൊണ്ടാണ് ഇവിടുത്തെ കാട്ടുപൂക്കൾക്ക് ഇത്രയേറെ സൗന്ദര്യം. പക്ഷെ പെൺപൂക്കൾക്ക് മാത്രമേ സൗന്ദര്യം ഉള്ളല്ലോ. അതെന്താ? പറഞ്ഞ പോലെ ആമ്പൂക്കൾ കുളിക്കാറില്ല, പിന്നെ സൗന്ദര്യം ഉണ്ടാവും. ശരി, വെള്ളത്തിനടിയിൽ മിസ്റ്റർ മേനോനെ എത്ര നേരം മുങ്ങിക്കിടക്കാം? സാർ കിടക്കുന്നതിനേക്കാൾ 10 സെക്കൻഡ് കൂടുതൽ ഞാൻ കിടന്നു തരാം. സാർ, ഞാൻ വെള്ളത്തിൽ ജനിച്ചതാണ് സാർ. എന്റെ അച്ഛന്റെ പേര് തന്നെ വെള്ളത്തിൽ നാരായണ മേനോൻ എന്നാണ്. ഓ ശരി, എന്നാൽ നോക്കിക്കളയാം. 1 2 3. മൂപ്പ, ഞാൻ പറയണത് വിശ്വാസമില്ലെങ്കിൽ നോക്കി, നമ്മുടെ മാടന്തറയിൽ അവരടിച്ച കുറ്റിയായിരുന്നു. മാടൻ ദേവന് അവർ കേട് വരച്ചിട്ടുണ്ടാ ചുള്ളുമുത്തു ഉണ്ടാന്ന ദേവരുടെ മുഖത്ത് അവർ ചായം കൊണ്ട് കുത്തി വരച്ചിരിക്കും. ദേവരെ ചതിച്ച ആ തിരുവടിയിലാണ് ഈ കുറ്റി അടിച്ചിരുന്നത്. കത്തിട്ട് സഹിക്കാഞ്ഞ് ഞാനാണ് ദൂരിയെടുത്തത്. കൂട്ടരെ, ചുടലമുത്തു പറഞ്ഞ നിങ്ങൾ കേട്ടാ? ഇത് നമ്മുടെ ചങ്കിലാണ് തറച്ചത്. നമ്മുടെ ദൈവങ്ങളാണ് അവർ കൈ തേച്ചത്. പല ദൈവങ്ങളാണ്. ഇത് നമ്മൾ പൊറുക്കൂല. മൂപ്പം പറഞ്ഞോളൂ, ഉയിര് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് രാത്രി അവരുറങ്ങുമ്പോ ആ ചെറുമ്പിലുള്ള അവരെ കുടില് തീ കത്തിക്കണം. ആ തീയിൽ അവർ വെന്ത് നശിക്കണം. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. വേണ്ട മൂപ്പ, അവരെ വകവരുത്താൻ ഞങ്ങൾ മതി. മൂപ്പൻ അനുവദിച്ചാൽ മതി. അവരുടെ കരിഞ്ഞ ശവം നാളെ പുലരിക്ക് ആറ്റിക്കൂടെ ഒഴുകി നടക്കും. എങ്കിൽ ഇന്ന് രാവുദിക്കുന്നു പുറപ്പെട്ടോളി. ആടന്തപുരാൻ നിനക്ക് തുണയുണ്ടാവും. സാറേ, ഇവിടാണ് കുളിക്കടവ്. ഇവിടെ ചുരുങ്ങിയതൊരു 10-20 ആൾ താഴ്ച കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെന്നേ, നീന്തി കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. ഏതായാലും നാളെ നോക്കാം. പണിക്കരോട് ചോദിച്ചാൽ അറിയാലോ എന്തോ ആഴം വരുമെന്ന്. അയ്യോ, പണിക്കരോട് ചോദിച്ചാ എന്തോ അറിയാനാ, നിരപരാധി. മനോന്മണി അമ്മയോട് ചോദിച്ചാ അറിയാം എന്തോ ആഴം ഉണ്ടെന്ന്. തീരെ അങ്ങ് നടുക്കോട്ട് പോയാ പിന്നെ നില കാണത്തില്ല സാറേ. ഇന്നെന്താ രണ്ടുപേരും കൂടി ചേർന്ന് പുറപ്പെട്ടത്? കാതല്ലേ സാറേ, ഞാൻ കൂടെ ഇല്ലെങ്കിൽ അവൾക്ക് വലിയ പേടിയാ. ഇന്നലെ രാത്രിയിൽ ആ കാട്ടാനയുടെ ശബ്ദം കേട്ടേ പിന്നെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല സാറേ. അയ്യോ, ഇങ്ങനെയുള്ള അവസരത്തില് എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു? ഞാൻ വന്ന് വെടിവെച്ച് ഓടിക്കത്തില്ലായിരുന്നോ? തോക്ക്. വേറെ കാപ്പി ഞങ്ങൾ ഉടനെ കൊണ്ട് തരാൻ സാറേ. വേറെ കാപ്പി കൊണ്ട് തരാൻ സാറേ. ഉടനെ കൊണ്ട് തരാം. മലപ്പുറം ചെയ്യില്ല, കൈ തട്ടിപ്പോകാൻ. എന്താ എന്താ ഭയപ്പെടാതെ കാര്യം പറയൂ. ഇന്ന് രാത്രിയില് നിങ്ങളെല്ലാരും ഉറങ്ങുമ്പോ നിങ്ങളെ എന്തെല്ലാം കൂടാറുണ്ട് എന്നാര് പറഞ്ഞു? അപ്പം പറയണ ഞാൻ കേട്ടു. സൂക്ഷിക്കണേ, ഞാൻ പോണു. ഈ പെണ്ണ് എന്തൊക്കെ പറഞ്ഞിട്ടാ പോകുന്നത്? സാറേ, നമ്മളെ ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ആ കാട്ടിയായിക്കാർ ഈ പെമ്പിള്ളേരെ പറഞ്ഞു വിട്ടതായിരിക്കും. ഓ, അത് ശരിയാണ്. നമ്മൾ ഈ തോക്കുണ്ടല്ലോ, അതുകൊണ്ട് എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭയപ്പെടുത്തി പറഞ്ഞേക്കാൻ മതി.
കാട്ടുപൂക്കൾ വന്ന് പറഞ്ഞത് ഇപ്പൊ സത്യമാണെന്ന് മനസ്സിലായോ? സാർ, ശത്രുവേളത്തിൽ നിന്ന് എന്തിനാ ആ പെൺകുട്ടി ഇവിടെ വന്ന വിവരം പറഞ്ഞത്? ദൈവത്തിനെ അറിയാവൂ. ആട്ടെ, ഞങ്ങളുടെ കൂടാരമൊക്കെ കത്തിക്കുന്ന കാര്യം പെണ്ണെന്തിനാ ഇവിടെ ഒന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ചത്തുപോവില്ലേ? ചത്ത പെണ്ണിനെന്താ? വേണ്ട, ഓഹോ, അങ്ങനെയാണോ? അതിരിക്കട്ടെ, പെണ്ണ് ഏതാ? മൂപ്പന്റെ മകളാ. എന്താ പേര്? മുനിയാണ്ടി. അത് അച്ഛന്റെ പേരില്ലേ? പെണ്ണിന്റെ പേരെന്താ? പറയൂ. മാല. ആഹാ, നല്ല പേര്. ആ, പെണ്ണിന്റെ കൂടെ ഒരുത്തി വന്നല്ലോ, ഓടിപ്പോയ ഒരു പെണ്ണ്, അതാരാ? എന്റെ കൂട്ടുകാരി വള്ളി. രണ്ടുപേരുടെയും പേര് പഷ്ട്, പക്ഷെ ഈ വേഷം മാത്രമാണ്. വേഷത്തിനെന്താ? കണ്ടിട്ട് സഹിക്കുന്നില്ല എന്റെ വള്ളി. നീ ഇങ്ങോട്ടൊന്ന് അടുത്തിരിക്കേ. വേണ്ട വേണ്ട. എന്നാലും അതാണോ, ഞാനൊരു ഒറ്റത്തടിയല്ലേ? അതിന് ഞാൻ എന്ത് വേണം? നീ ഇങ്ങോട്ടൊന്ന് അടുത്തിരിക്കേ. നമുക്ക് ചില കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് ഇതിനൊക്കെ കുട്ടി വരുമ്പോ ഇരിക്കാവുന്ന. നീ ഏതാണത്? മുട്ടിയല്ലോ. അയ്യോ അയ്യോ അയ്യോ, നായ്ക്കൊന്ന ചെടി മുട്ടിയാ. ഇനി മേല് മുഴുക്ക ചൊറിയും. അയ്യോ, എന്താണ് മേത്ത് മുട്ടിയെന്ന് അറിഞ്ഞൂടെ? എന്റെ ചൊറിച്ചിലൊന്ന് മാറ്റേ. ഞങ്ങളെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ഇതിന്റെ പൊടിയാണ് മേത്തിടുക. അപ്പൊ മേല് മുഴുക്ക ചൊറിഞ്ഞോളും. അയ്യോ, മാറ്റിക്കളാതെ ഒന്ന് ചൊറിയേ. അയ്യോ, എന്നെ വിട, പലരും കാണും. വിടാം. വിട്ടാൽ നാളെയും വരുമോ? എന്തിനാ വരുന്നേ? ഇന്നെന്തിനാ വന്നത്? ചുമ്മാ വെറുതെ. നാളെ ഇതുപോലെ ചുമ്മാ വെറുതെ വന്നാൽ മതി. വരുമോ? വരാം. ഉടനെ പോണോ? എന്റെ പ്രാണൻ രക്ഷിച്ച ആളല്ലേ, അടുത്ത് ഒട്ടി നിൽക്കാൻ കൊതി. അയ്യോ, എന്നെ വിടൂ, എനിക്ക് പോണം. അത്ര നിർബന്ധമാണെങ്കിൽ പൊയ്ക്കുള്ളൂ. എന്താ, പോകുന്നില്ലേ? മാലേ, എന്താ ഇത്? ഇങ്ങോട്ട് വരൂ. എന്താ മിസ്റ്റർ മേനോൻ? സാറിന് ചൊറിയുന്നുണ്ടോ? ഇല്ല. മേനോട് ചൊറിയുന്നുണ്ടോ? എന്തോ പറയാനാ സാറേ, ഓരോരുത്തരുടെ ജാതക വിശേഷമായിരിക്കും. മാലെന്തിനാ അയാളെ കെട്ടിപ്പിടിച്ചത്? ഞാനൊന്നും കെട്ടിപ്പിടിച്ചില്ല. ആഹാ, അപ്പൊ ഞാൻ കണ്ടത് അത്. പിന്നെ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചത് ഞാനാണോ? അതെന്തായാലും തെറ്റല്ലേ. മാലയുടെ അപ്പനെങ്ങനെ അറിഞ്ഞാലാ? അപ്പനെ അറിയാലല്ലോ. ചിലപ്പോ അറിഞ്ഞാലാ? അറിഞ്ഞാൽ കൊന്നുകളയും. മാലേ, നമ്മ കാട്ടുജാതിക്കാരും അവര് നാട്ടുജാതിക്കാരാണ്. നമ്മുടെ നെറിയും മുറിയും വേറെയാണ്. എങ്കിലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല വള്ളി. ഞാൻ ഇനിയും പോകും. കൊല്ലണേ കൊല്ലട്ടെ. എന്റെ മനദൈവങ്ങളെ, മാലേ, ഞാൻ മാലേനെ ഒറ്റയ്ക്കൊന്ന് കാണാൻ നിൽക്കായിരുന്നു. എന്നാത്തിനാണ്? എപ്പോ കണ്ടാലും മാല എന്നോട് വഴക്കുണ്ടാക്കും. എന്നാലും എനിക്ക് മാലേനെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. അത് മാല വെറുതെ പറയുകയാണെന്ന് എനിക്കറിയാം. ഞാൻ മാലയെ കെട്ടിക്കോളാം. ഞാൻ മാലയുടെ അപ്പനോട് സമ്മതവും വാങ്ങിച്ചോളാം. അപ്പൻ സമ്മതിച്ചാ അപ്പനെ കെട്ടുകയേ ഉള്ളൂ. നാട്ടുമനുഷ്യന്റെ മണം. പെണ്ണിന്റെ കവിളിനെന്താ ഒരു തുടിപ്പ്, കണ്ണിനെന്താ ഒരു കലക്കം. നാട്ടുമനുഷ്യന്റെ മണം പിന്നെയും വരണല്ല. അയാൾ എന്നതാ പറഞ്ഞത്? എന്റെ മേത്തൊക്കെ നാട്ടുമനുഷ്യന്റെ മണം ഉണ്ടെന്ന്. ഉണ്ടോ വള്ളി? ഉണ്ട് ഉണ്ട്, എല്ലാവർക്കും നാട്ടുമനുഷ്യന്റെ മണമുണ്ട്. നേരാണോ? നേരെ. അയ്യോ, ഞാനിപ്പോ എന്നാ ചെയ്യും? സാറേ, വെള്ളത്തിലൂടെ ചാടിക്കുളി.